നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗുഡ് മോർണിംഗ്. ആഹാ, ഇവിടെ നാഗരികാലം ഉണ്ടായിരുന്നോ? അതാ ഞാൻ ആലോചിച്ചത്. വീട്ടിൽ വെച്ച് കാണണ്ട, അമ്പലത്തിൽ വെച്ച് കാണാന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ എന്ന്. സോറി വേണുവേട്ടാ, ഞാൻ വേണ്ടപ്പെട്ടവരാരും ഇല്ലാത്ത ഒരു പാവം പെണ്ണാണെന്നാ എന്റെ ഭർത്താവിന്റെ വീട്ടുകാര് കരുതുന്നത്. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ അവരൊക്കെ വേണുവേട്ടനെ കണ്ട ആരാ എന്താന്നൊക്കെ ചോദിക്കും. അത് ഒഴിവാക്കാനാ ഞാൻ ഇവിടെ വെച്ച് കണ്ടാ മതിയെന്ന് പറഞ്ഞത്. മനസ്സിലായി. സത്യം പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി രാധ വെളിച്ചത്ത് വരണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ പ്രധാനമായും കാണണമെന്ന് പറഞ്ഞത്. ഞാനിടയ്ക്ക് തൃപ്പങ്ങോട്ട് പോയിരുന്നു. രാധ മേഘനാഥനെതിരെ കേസ് നടത്തി വിജയിച്ച കാര്യം അവിടുത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. രാധ മേഘനാഥനെ എതിരിടാൻ ധൈര്യം കാണിച്ചതിൽ അവർക്ക് വലിയ സന്തോഷവും ആവേശവും ഉണ്ട്. ഇപ്പോൾ രാധമ്മ സുഭദ്രാമയുടെ അവകാശം തന്നെയാണെന്ന് അവരാണയിടുന്നു. പിന്നെ ഒരു കാര്യം കൂടി അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുക. എങ്ങനെയും രാധമ്മയെ കൊണ്ടത് സമ്മതിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. എന്താ അവരുടെ ആവശ്യം? രാധമ്മയായി അനുജത്തിമാരോടൊപ്പം തൃപ്പങ്ങോട്ട് തറവാട്ടിൽ മടങ്ങിയെത്തണം. പഴയ പ്രതാപം വീണ്ടെടുത്ത് അവിടെ താമസിക്കണം. ഇതാണ് അവരുടെ ആവശ്യം. രാധയ്ക്ക് നേരെ ഇനി മേഘനാഥനല്ല, സാക്ഷാൽ രാവണൻ വന്നാലും അവർ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായം അല്ല ഇത്. തൃപ്പങ്ങോട് മുഴുവനും രാധയുടെ പിന്നിലുണ്ടാവും. അതിലെനിക്കും ഉറപ്പ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആ കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല വേണുവേട്ടാ. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. പറിച്ചെറിയാൻ പറ്റാത്ത കുറച്ച് കമ്മിറ്റ്മെന്റ്സ്. അതൊക്കെ ഒരു കരക്കടിപ്പിക്കാൻ കുറച്ചു നാള് കൂടി കിട്ടിയേ പറ്റൂ. അത് കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലും. തൃപ്പങ്ങോട്ടുകാർക്കൊപ്പം എന്ത് യുദ്ധത്തിനും തൃപ്പങ്ങോട്ട് വാസുദേവന്റെ മകൾ രാധ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്ക്. അത് പറയാം. മുഖ്യ വിഷയം പക്ഷെ അതല്ല. കോടതി വിധി വന്നിട്ടിപ്പോ ഇത്രയും നാളായി. വിധിയുടെ എക്സിക്യൂഷന് വേണ്ടി നമ്മൾ ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വച്ചിട്ടില്ലെന്ന് രാധ മനസ്സിലാക്കണം. കോടതി വിധി കാലഹരണപ്പെട്ടു പോവില്ല എന്നുവെച്ച് നമ്മളതിനെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. രാധ ഇവിടെ സ്ഥിരതാമസമാക്കണമെന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് വിധി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കിക്കൂടെ? അതായത് നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നമ്മൾ ഒന്നുപോയി അവകാശം ഉറപ്പിക്കുന്നു എന്ന നിലയിൽ. ഉടൻ അത് ചെയ്താൽ അത് പലതിനുള്ള ആരംഭമായിരിക്കും വേണുവേട്ടാ. ഒരു യുദ്ധത്തിന്റെ തുടക്കമാവും അത്. തൃപ്പങ്ങോട്ടെ കൊട്ടാരവും സ്വത്തും നമ്മൾ കൈയടക്കിയാൽ മേഘനാഥൻ മര്യാദക്കിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഒരു നിരന്തര യുദ്ധത്തിന്റെ തുടക്കമാവും അത്. അപ്പോ അവിടെ ഞാൻ തന്നെ നിന്ന് അതൊക്കെ മാനേജ് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥ വരും. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ കാര്യങ്ങള് ഒരു കരയ്ക്കടുക്കട്ടെ എന്ന്. എന്നിട്ട് മതി നമുക്ക് തൃപ്പങ്ങോട്ട് പോയുള്ള യുദ്ധം ആരംഭിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.